ഒരു 3 ദിവസമൊക്കെ അടുപ്പിച്ചൊരു അവധി കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ വരാൻ ആഗ്രഹിക്കുന്നൊരു സ്ഥലമാണ് വട്ടവട. കിലോയ്ക്ക് 200. ഇവിടെ നമ്മളവിടുത്തെ ഇവിടുത്തെ സീസൺ മാറ്റണ്ട്. ചിലപ്പോ നമ്മളവിടെ മഴ ഉണ്ടാകുമ്പോ ഇവിടെ മഴ ഉണ്ടാവില്ല. ഇവിടെയൊക്കെ ഇങ്ങനെ വന്ന് കയറിയിരിക്കുകയാണ്. ഓഫ് റോഡ് കഴിഞ്ഞ് വന്ന് തേർത്തിരിക്കുമ്പോൾ താഴെ വരുന്നവരുടെ കിച്ചൺ ഉണ്ടായിരുന്നു. ഇപ്പോൾ സമയം 4:48. ചൂടില്ല, ഭയങ്കര ചൂടല്ല. ഇവിടെ ട്രിവാൻഡ്രത്ത് അങ്ങോട്ടുള്ള പോലത്തെ ചൂടൊന്നുമില്ല. ഇപ്രാവശ്യം ഞങ്ങൾ 6 പേരാണുള്ളത് ഈ റൈഡിന്. പതിവ് പോലെ തന്നെ നമ്മളിങ്ങനെ പ്ലാൻ ഉണ്ടാക്കി 3 ദിവസം ഫ്രീ ആണ്, എവിടെ പോകാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടാക്കി വരാൻ പറ്റുന്നവർ 6 പേര് ചേർന്നിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അതെ, ചേട്ടൻ പറഞ്ഞ പോലെ മഴയില്ല. ഒടുക്കത്തെ ചൂടായിരുന്നു. ആ റൂട്ട് ഫുള്ള് വന്ന വഴി റോഡ് പണി നടക്കുന്നു, പൊടി ഫുള്ള് ഒരു ഗതിയായി ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും. ഈ ക്യാമറ അത് വേറെ ക്യാമറ, പവർ ബാങ്ക്. എവിടെ വരെ പോകും? നമ്മൾ വട്ടവട. ഞാനിപ്പോൾ എവിടെ നോക്കണ്ട? ചൂടത്ത് ആൾക്കാരുണ്ട്. വട്ടവട വൈൽഡ് ബ്ലൂമിൽ ഇതിന് മുന്നേ വന്നിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. പിന്നെ അതിന് മുന്നേ പോകുന്ന, അതായത് ഇപ്പം ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന പ്രോപ്പർട്ടികൾ വന്നിട്ടില്ല ഇതിന് മുന്നേ. എൻ്റെ പേര് എന്നായിരുന്നു? വൈൽഡ് മൗണ്ട്. അപ്പോൾ അവിടെ ഇന്ന് പോയി സ്റ്റേ ചെയ്തിട്ട് നാളെ വട്ടവട, ഇന്ന് അവിടെ പോയി സ്റ്റേ ചെയ്തിട്ട് നാളെ വൈൽഡ്. ഫുള്ള് തെറ്റി. അങ്ങനെയല്ല, ചിലന്തിയാറുള്ള മാജിക് മൗണ്ടിൽ ഇന്നത്തെ ദിവസം പോയി സ്പെൻഡ് ചെയ്തിട്ട് തൊട്ടടുത്ത ദിവസം നമ്മൾ വൈൽഡ് ബ്ലൂം, വട്ടവടയുള്ള വൈൽഡ് ബ്ലൂമിൽ പോയി താമസിക്കും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കാൻ വന്നത്. ഞാൻ ഇവരെ പരിചയപ്പെടുത്താൻ വിട്ടുപോയി. ഇത് അക്കു, അത് അക്കുവിൻ്റെ വൈഫ്, പിന്നെ ഉള്ളത് അരഞ്ജിത്ത്, എന്നെ ഏറ്റവും ലെഫ്റ്റ് നിൽക്കുന്നത് സച്ചു. പിന്നെ ഇത് അരഞ്ജിത്തിൻ്റെ വൈഫ്. പിന്നെ ഈ ഒരു ഗേറ്റ് കാണുമ്പോൾ ഒരുവിധപ്പെട്ട എല്ലാവർക്കും മനസ്സിലാവും ഞങ്ങൾ എവിടെ എത്തിയെന്നുള്ള. യെസ്, വി ഫൈനലി ഒരു 7-8 മണിക്കൂർ, 8 മണിക്കൂറല്ല, 10 മണിക്കൂറിന് ശേഷം ഞങ്ങൾ വട്ടവട ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. പൊരിഞ്ഞ വെയിലത്ത് വട്ടവട കണ്ടിട്ടുണ്ടോ? ഒരു മഴ സമയത്തൊക്കെ വരുമ്പോഴത്തേക്കും ഈ 2 സൈഡും ഒന്ന് കാണണം. എനിക്കറിയില്ല, ഞാൻ വേറെ സ്ഥലത്ത് പോകാത്തതുകൊണ്ട് വേറെ രാജ്യങ്ങളെക്കുറിച്ചും കമ്പയർ ചെയ്യുന്നില്ല. ബട്ട് കിട്ടില്ലോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കംപ്ലീറ്റ് വിഷ്വൽ എക്സ്പീരിയൻസ് ആണ്. അത് വരാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വന്നിരിക്കണം. കാരണം ഈ ഒരു കാട് കഴിഞ്ഞ് കയറുമ്പോൾ ഉള്ള ഈ 2 സൈഡുള്ള വ്യൂ വേറെ 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 ലെവലാണ്. ഇപ്പോൾ സമയം 4:48. ബട്ട് ഇപ്പോഴും ഓൾമോസ്റ്റ് 21 ഡിഗ്രി ഉണ്ട്. ചൂടില്ല, ഭയങ്കര ചൂടല്ല. നമ്മുടെ ട്രിവാൻഡ്രത്തെ അങ്ങോട്ടുള്ള പോലത്തെ ചൂടൊന്നുമില്ല. ഞാൻ പലപ്പോഴും വട്ടവട വരുമ്പോൾ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്, എന്തുകൊണ്ടായിരിക്കും ഇവർ ഈ ഒരു റോഡൊന്നും ശരിയാക്കാണ്ടിട്ടിരിക്കുന്നത്? വേറെ എന്തെങ്കിലും പർപ്പസ് ഉണ്ടാവുമോ? അതോ ഇനി വരുന്ന ബൈക്കേഴ്സിനൊക്കെ ഈ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് മനഃപൂർവ്വം വച്ചേക്കുന്നതാണ്? ഒരു ഐഡിയ ഇല്ല. പക്ഷേ ഞാൻ ഓരോ പ്രാവശ്യം വരും തോറും ഈ റോഡൊക്കെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നല്ലാണ്ട് ശരിയാക്കുന്നതായിട്ട് ഞാനൊന്നും കണ്ടിട്ടില്ല. നമ്മളിനി രാജാവ് ഇനി വേടാ ആക്ച്വലി അഡ്വഞ്ചർ ബൈക്കിൻ്റെ ഒക്കെ ഒരു രാജകീയ ഇവിടെയാണ്, ഓഫ് റോഡുകളിലാണ്. ഇവർക്കൊന്നും ചെയ്യുന്നു. അവിടെ ഇരിക്കുന്നത് അങ്ങോട്ട് പോകാം, അവിടെ ഇരിക്കാം. സോ വെൽക്കം ടു വട്ടവട.
ഫൈനലി നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി. ലൈക്ക് ഈ പ്രോപ്പർട്ടി ഓൾറെഡി ഞാനിവിടെ വന്നിട്ടുണ്ട് കുറച്ച്, എനിക്ക് തോന്നുന്നു 2 years ബാക്ക്. അന്ന് വന്ന സമയത്ത് ഇവിടെ താഴെയായിരുന്നു ഇവരുടെ കിച്ചൺ ഉണ്ടായിരുന്നത്. തൊട്ട് മുകളിൽ ഇതുണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനെ ആയിരുന്നില്ല. നമ്മൾ സ്റ്റേ ചെയ്തത് കുറച്ച് മുകളിലാണ്. വേറെ എന്തോ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും. ഇവിടെ വന്ന് കയറിയപ്പോഴാണ് പെട്ടെന്ന് നേരത്തെ വന്നത്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഞാൻ വട്ടോടെ വന്ന സമയത്ത് വന്ന പ്രോപ്പർട്ടിയാണത്. റാൻഡംലി ഇങ്ങനെ സെർച്ച് ചെയ്ത് കിട്ടിയൊരു പ്രോപ്പർട്ടിയാണ്. ശ്രീകുട്ടി, നീ സബ്സ്ക്രൈബ് ചെയ്തില്ല. ഞങ്ങളെല്ലാം അൺപാക്ക് ചെയ്തതിന് ശേഷം പ്രോപ്പർട്ടിയുടെ ടോപ്പിലോട്ട് പോയി. അവിടെ നിന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റും. അവിടെ എല്ലാവരും കൂടെ സംസാരിച്ച് കുറേ നേരം സൺസെറ്റൊക്കെ കണ്ടിരുന്നിട്ട് ഞങ്ങൾ നേരെ താഴേക്ക് പോയി. കളിക്കും. എനിക്ക് 40 വയസ്സും എനിക്ക് 25. എത്ര? ഇനിയില്ല, ഇനി യൂട്യൂബറിന്റെ അടുത്ത് പറയാം. വാച്ചരെ നമ്മൾ രാവിലെ ഒരു സൺറൈസ് നമ്മൾ പൂച്ച വെച്ചപ്പോൾ പൂന്തോട്ടം തന്നാൽ ഇവിടുത്തെ പ്രോപ്പർട്ടിയിൽ അവർ നമുക്ക് സൺറൈസ് വെച്ചപ്പം ജീപ്പ് വന്നിട്ട് പോയി എടുത്തോണ്ട് ഓടിച്ചോളാം. വരും, നമുക്ക് ജീപ്പ് ഓട്ടില്ലേ. രാവിലെ സൺറൈസ് പോകണമെന്ന് പറഞ്ഞാൽ ആരും ഇതുവരെ അറിയത്തില്ല. ടു ബാഡ്. സമയം 5:53. ഇപ്പോഴും ഞാൻ പോകുന്ന പ്രോപ്പർട്ടികളാണെങ്കിലും ഭയങ്കര ഹോസ്പിറ്റാലിറ്റി. ഇന്നലെ നമ്മൾ ചോദിച്ചാണ് സൺറൈസ് കാണാൻ പോകാനായിട്ട്. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാമോ, ലൈസൻസ് ഉണ്ടോ എന്ന് ജീപ്പ് എടുക്കും. കൂൾ റൈറ്റ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇങ്ങനെ പോയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടോ? ദാറ്റ് ഫെൽറ്റ് സംതിങ് കൂൾ. കേറ് സച്ചി കേറ്. റാൻഡം ആയിട്ട് നമ്മളിവിടെ വന്നപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയാണത്. കിട്ടില്ല. ഈ ഒരു ടൈമിൽ ഈ ഒരു പ്രോപ്പർട്ടി നൈസ് വ്യൂ ആയിരിക്കും. വ്യൂ പോയിട്ട് ആക്ച്വലി നമ്മൾ വട്ടവടയിൽ നിന്ന് കുറച്ചും കൂടെ മാറി വരണം. അവിടെ ചിലന്തിയാറ് മിസ്സായിപ്പോയി കേട്ടോ. മുകളിലോട്ട് വന്നില്ലായിരുന്നെങ്കിൽ 7:30 ഈ സമയത്ത് താഴേക്കും കോടയൊന്നുമില്ല, ഒട്ടും വെയിൽ വന്നു തുടങ്ങി. പക്ഷെ ഇവിടെ ഇപ്പോഴും കോടയുണ്ട്, നല്ല വെയിലുണ്ട്. നൈസ്. വീട്ടിലെ സ്ഥലം എന്തിനാണ് ഇവിടെ? നിങ്ങൾ അടിച്ചോ കുടിച്ചോ വലിച്ചോ, പക്ഷെ എന്തിനാണ് ഇവിടെ കൊണ്ടുപോകുന്നത്? ഒന്നേ കയറി ചെയ്ത് കൊണ്ടുപോകണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഡസ്റ്റ്ബിനൊക്കെ വച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെ അങ്ങ് ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. വെറുതെ ഇതിനകത്തിട്ട് ഒരുപാട് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. എവിടെ വണ്ടി കൊണ്ട് സന്തോഷം കൈൻഡ് ഓഫ് ഒരു ഭയങ്കര അതാ സത്യം. പ്രഷർ കുക്കറിനകത്ത് വെളിയിൽ വന്നൊരു ഫീല്. ഒരുപാട് പ്രശ്നത്തിനകത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. പെട്ടെന്നൊരു നല്ലതാ. അതെ, മുഖത്ത് അങ്ങനെ ഏകദേശം നമുക്ക് ചെക്കൗട്ട് ചെയ്യേണ്ട സമയമായി. ശരിക്കും പറഞ്ഞാൽ നല്ലോണം എൻജോയ് ചെയ്ത്. കാരണം പറയാറില്ലേ, ഒരേ വൈബുള്ള, ഒരേ മനസ്സുള്ള അല്ലെങ്കിൽ ഒരേ ആഗ്രഹങ്ങളുള്ള ആൾക്കാർ ഒരുമിച്ച് ചേരുമ്പോഴത്തേക്കും ഭയങ്കര ഒരു സന്തോഷമാണ്. എനിക്ക് ആ ഒരു ഫീലായിരുന്നു മൊത്തത്തിൽ കിട്ടിയ. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഹാപ്പി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നടന്നു.
ഞാൻ പ്രോപ്പർട്ടിയുടെ ഒരു ക്വിക്ക് അറൗണ്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത പ്രോപ്പർട്ടി. മുകളിൽ ഇവിടെ ഒരു പാത്ത്, ഫ്രണ്ടിൽ നമുക്കൊരു സിറ്റ് ഔട്ട് ഏരിയ പോലെ ഉണ്ട്. ഇവിടെ അകത്ത് കംപ്ലീറ്റ് ഒരു ട്രീ ഹൗസിൻ്റെ അതേ ഒരു ഫീൽ തന്നെ. ഇതൊരു റൂം, ഇതവിടെ ഒരു വാഷ്റൂം, ഒരു സെറ്റപ്പ്. ഇതൊരു റൂം, ഇവിടെ ഞാൻ ഇന്നലെ കിടന്ന്. പിന്നെ ഇതൊരു റൂം. ഈ റൂമിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ആക്ച്വലി. ഇങ്ങനെ നല്ല ക്ലൈമറ്റൊക്കെ ഉള്ള ടൈമാണെന്നുണ്ടെങ്കിൽ നല്ല വ്യൂവും കിട്ടും. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് വൈൽഡ് ബ്ലൂം എന്നുള്ള പ്രോപ്പർട്ടിയിലാണ്, വട്ടവടയുള്ള തന്നെ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 25 to 30 minutes ഉള്ള ട്രാവലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് നേരെ പ്രോപ്പർട്ടിയിലോട്ട് പോകും. അപ്പോൾ ഞാൻ കരുതി ഒരുപാട് ഈ വീഡിയോയുടെ ഡ്യൂറേഷൻ കൂട്ടി ബോറാക്കണ്ട. കാരണം വൈൽഡ് ബ്ലൂമിനെ കുറിച്ചാണെങ്കിലും കുറച്ച് കൂടുതൽ കാര്യങ്ങൾ കാണിക്കാനുണ്ട്. ഞാൻ വട്ടവട വന്നിട്ടുള്ളതിൽ എനിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് സൺസെറ്റ് എവിടെ കിട്ടി അല്ലെങ്കിൽ എവിടെ കാണാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരേ ഒരു പേരേ പറയുള്ളൂ, വൈൽഡ് ബ്ലൂ. അത് എനിക്ക് എത്രത്തോളം ക്യാമറയിൽ കാണിച്ചു തരാൻ പറ്റുമെന്നുള്ള അറിഞ്ഞൂടെ, പക്ഷേ ഇവിടെ വന്ന് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് അത് കാണണം. അതുപോലെ തന്നെ മോർണിംഗ് കിട്ടുന്ന ക്ലൗഡ് ബെഡ്. പക്ഷേ ഈ ക്ലൈമറ്റ് ഇപ്പോഴത്തെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ വന്ന ക്ലൈമറ്റിലൂടെ ഒന്നും പറയുന്നില്ല. നല്ല സൺസെറ്റ് ഉറപ്പായിട്ടും കിട്ടും. ബട്ട് മോർണിംഗിലെ ക്ലൈമറ്റ് ആണെങ്കിലും ക്ലൗഡ് ബെഡ് ആണെങ്കിലും ഒന്നും പ്രഡിക്റ്റബിൾ അല്ല. ബട്ട് സീസൺ ടൈമിൽ വന്നു കഴിഞ്ഞാൽ ഐ പ്രോമിസ് യു വോണ്ട് ഗെറ്റ് ഡിസപ്പോയിൻറ്റഡ്.